തൃശ്ശൂരിലെ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ നിയമോപദേശം തേടാൻ തെരഞ്ഞെടുപ്പ് ഓഫീസർ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ഏതായാലും ഞങ്ങളുടെ നടപടികളായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പം അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ഇപ്പോഴും സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തിയിട്ടും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഗുരുതരമായ ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നു. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് വിഷയത്തിലടക്കം മൗനം തുടരുകയാണ്. അല്ല, അത് അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയില്ല. കാരണം റെക്കോർഡുള്ളതല്ലേ. കാരണം തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് വോട്ട് ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് വോട്ട് അങ്ങോട്ട് മാറ്റുക, ലോക്കൽ ബോഡിയിൽ ഇപ്പോഴും വോട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവല്ലേ. ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുമോ? നിഷേധിച്ചാൽ ഡോക്യുമെൻറ്റ്സ് ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയില്ല. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് തെറ്റാണ്, കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിക്കുകയാണ്, നുണപ്രചാരണം നടത്തുന്നു എന്നൊക്കെയാണ്. അല്ല, ഞങ്ങൾക്കിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന് കിട്ടേണ്ട കുറേ വോട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇതിൽ കുറേ അദ്ദേഹത്തിന് അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിന് തോൽക്കുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്നാലും കുറച്ചുകൂടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയേനെ. ആ വോട്ടും കൂടെ അങ്ങ് പോയി തൃശ്ശൂരേക്ക്. ഇനിയും ഇതുപോലെ തെരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പ്രതീക്ഷിക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ ഇങ്ങനെ നിലപാട് ഞങ്ങൾ സ്വീകരിക്കാൻ തന്നെ കാരണം ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനാണ്. ഇപ്പോൾ സംഭവിച്ചത് ഇനിയിപ്പോൾ എന്താണ് കൂടുതൽ നടക്കാൻ അറിയില്ല. എങ്കിലും ഇപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് MP രാജിവെക്കുകയാണ് വേണ്ടത് ധാർമ്മികത ഉണ്ടെങ്കിൽ. തീർച്ചയായിട്ടും ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. അതിനെ അദ്ദേഹം തീരുമാനിക്കട്ടെ.